കലൂർ സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാൻ സിപിഎം. കോൺഗ്രസ് മുതലെടുപ്പിന് അവസരം ഒരുക്കരുതെന്ന് GCDA കൗൺസിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും സിപിഎം ജില്ലാ നേതൃത്വവും ആവർത്തിച്ചു. വിവാദങ്ങൾക്കിടെ GCDAയുടെ നിർണായക യോഗം തുടരുകയാണ്. കുറേയേറെ വന്നിട്ടുണ്ട്. എല്ലാം മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ഒന്നും മറയ്ക്കാനില്ല. കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടും, അതിന്റെ രേഖകൾ പുറത്തുവിടും. ഇല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. അത്രയും. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിന്റെ MD വിഷ്ണുരാജ് IAS, അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. GCDയും സ്പോൺസറും തമ്മിൽ നേരിട്ട് ഇടപാടുകളൊന്നുമില്ല. അവര് അവിടുത്തെ ടൂർണമെന്റ് കൊണ്ടുവന്നിരുന്നതിലേക്ക് ഞങ്ങൾ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട്. സ്റ്റേഡിയം കൈമാറ്റത്തിൽ ഒരു നേരിട്ടുള്ള ഇടപാട് കൈമാറ്റം അവർക്ക് കൈമാറിയിട്ടില്ല. SKF കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനല്ലേ കൊടുത്തിട്ട് കളി നടക്കണ്ടേ? ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ന് ചെയ്യുന്ന ആര് പറഞ്ഞു 70 കോടി? അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു, അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുമുതലാണല്ലോ GCDയുടെ പൊതുമുതലായിട്ട് ഒരു സ്റ്റേഡിയം ഒരു ടെൻഡർ നടപടികളോ അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ലേലം വിളിയോ കൊടുക്കാന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഈ ആവേശമെല്ലാം നല്ലത് തന്നെയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടുത്തെ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറി. ഒന്നാമത് GCDA നേരിട്ട് പണം മുടക്കുന്നില്ല. മെസ്സി വരണമെന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കളികൾ നടക്കണമെന്നുള്ളത് കേരളത്തിന്റെയും നമ്മുടെ നാടിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഒടുവ് വന്ന വാർത്ത പ്രകാരം അതിന്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടതെന്താണ്? ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറുന്നു. അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് ആ തെറ്റ് പറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അർജന്റീനിയൻ ടീം കൊച്ചിയിൽ വരുന്നില്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി ജനറൽ കൌൺസിലിൽ. ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് ആ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനം ജനറൽ കൌൺസിൽ വയ്ക്കുകയും അജണ്ട വയ്ക്കുകയും അത് ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരു DPR ഉണ്ടാക്കിയ അത്തരം പ്രവർത്തികൾ അവിടെ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ജനറൽ കൌൺസിൽ ഉന്നയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു റെപ്രസെൻറ്റേറ്റീവും GCDയുടെ ചീഫ് എഞ്ചിനീയറും സ്പോൺസറുടെ ഒരു എഞ്ചിനീയർ കൂടി 3 അംഗ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തി അതാത് ദിവസം മീറ്റിംഗ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞത്.
അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. കാരണം ഇത് സുതാര്യമായി ഒരു ഇൻ്റർനാഷണൽ ടീം ഇവിടെ വന്ന് ഒരു മത്സരം നടത്തുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഒരു പ്രതിഷേധം ഉണ്ടാക്കരുത്. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. സ്പോൺസർ അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCDA ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഒരു ക്ലെയിമും ഇല്ല. അദ്ദേഹത്തിന് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഇല്ല എന്നുള്ളതാണ് GCDA ജനറൽ കൗൺസിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഇതൊരു നയപരമായ ഇഷ്യൂ ആണ്. GCDAയുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായ സ്റ്റേഡിയത്തിൽ 70 കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായും ഒരു നയപരമായ തീരുമാനം GCDA എടുക്കാൻ നിയമപരമായ അധികാരമുള്ളത് ജനറൽ കൗൺസിലിനാണ്. അപ്പോൾ ആ ജനറൽ കൗൺസിൽ ഈ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്യാത്തതിലുള്ള ഞങ്ങൾക്കുള്ള പ്രതിഷേധവും ശക്തമായി ഞാനും ബഹുമാനിയായ സുകുമാർ തോമസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലെയിമും കരാറുകാരന് ഉണ്ടായില്ല എന്നാണ് ചെയർമാൻ ഞങ്ങൾക്ക് തന്ന ഉറപ്പ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് ഇത് GCDA സ്റ്റേഡിയം ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു സുതാര്യതയില്ലാതെ പോകുന്ന കാര്യം വളരെ ആശങ്കാപൂർവ്വം ജനറൽ കൗൺസിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തോ അല്ല, ഇത് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചെയർമാൻ വിശദീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതിക്ക് ശേഷം സ്പോൺസർക്ക് ഒരു ക്ലെയിമും സ്റ്റേഡിയത്തിൽ ഉണ്ടായില്ല എന്നാണ് ജനറൽ കൗൺസിൽ അദ്ദേഹം നൽകിയ ഉറപ്പ്. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളിയുമായി വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കരാറിൻ്റെ കോപ്പി നമ്മൾ കാണിച്ചില്ല. തന്നിട്ടില്ല. അപ്പോൾ അതിപ്പോൾ കരാറിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയിരിക്കുകയില്ല. ആരാണ് അതിൽ ഒപ്പുവെച്ചത്? ഒരു ത്രികക്ഷി കരാറാണോ ഇത്? ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാണ് എന്നാണ് ചെയർമാൻ ജനറൽ കൗൺസിൽ വിശദീകരിച്ചത്. ചർച്ച ചെയ്തില്ല. സ്റ്റേഡിയം നവീകരണം ഈ മരം മുറിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിഷയമായിരുന്നു. അതിൽ എന്താണ് GCDA ഭാഗത്ത്? അല്ല, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫിഫയുടെ റാങ്കിങ് കിട്ടാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, അതിനെ സംബന്ധിച്ചൊരു എന്തൊക്കെ വർക്ക് ചെയ്യണം, അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടോ, ആ എസ്റ്റിമേറ്റ് പ്രകാരമാണോ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഒരു എസ്റ്റിമേറ്റും അതുമായി ബന്ധപ്പെട്ടില്ല. ഈ 3 അംഗ കമ്മിറ്റി, സ്പോൺസറുടെ ഒരു പ്രതിനിധി, GCDAയുടെ ചീഫ് എഞ്ചിനീയർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ചീഫ് എഞ്ചിനീയർ, ഈ 3 അംഗ കമ്മിറ്റി അതാത് ദിവസം വൈകുന്നേരങ്ങളിൽ ചെയ്ത വർക്കിനെ സംബന്ധിച്ച് കോണ്ടം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെൻറ് അറിയിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടെന്ന് പറയണം, അല്ലാണ്ട് GCDA ഉത്തരവ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു കരാറും ഉള്ളതായിട്ട് പറഞ്ഞില്ല. ഗവൺമെന്റ് ഉത്തരവിൽ GCDAയോട് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഇതിന്റെ ഏൽപ്പിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് GCDA ഏൽപ്പിക്കുന്നത്. അത് ചോദിച്ചു. അല്ല, GCDA ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹം പല പ്രാവശ്യം ഇപ്പോൾ 70 കോടി രൂപ മുടക്കി എന്ന് പറയുന്നുണ്ട്. ആ മുടക്കിയ തുകയെ സംബന്ധിച്ച് എന്താണ് ചെയർമാനുള്ള ധാരണ, അത് അദ്ദേഹം പറയുന്ന കണക്കല്ലേ, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫിഫ റാങ്കിങ്ങിന് സ്റ്റേഡിയം കിട്ടണമെങ്കിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, ആ വർക്കുകൾക്കൊരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവണമല്ലോ. പ്യൂർലി എഞ്ചിനീയറിംഗ് എസ്റ്റിമേറ്റ് വേണ്ട, ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് വേണമല്ലോ. ആ എസ്റ്റിമേറ്റ് പ്രകാരം എത്ര രൂപയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇതുവരെ GCDAക്ക് ഉണ്ടായിട്ടില്ല.
സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചെയർമാൻ ചന്ദ്രൻപിള്ള പറയുമ്പോൾ ഇടതുപക്ഷം ഇത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അതുമായി ആ ആരോപണങ്ങൾ തുടരും. അതാണ് ഇതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള യാതൊരു സ്ട്രാറ്റജിയോ ഒരു നോട്ട് പോലും ഇതിനകത്ത് കൃത്യമായി ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുന്നു കോൺഗ്രസ്. ഇതിനിടെ ഈ കൗൺസിൽ നടക്കുന്ന ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാനും ശ്രമിച്ചു. അത് സംഘർഷത്തിലേക്കും എത്തി. പ്രവർത്തകർ കായിക മന്ത്രിയുടെ കോലം കത്തിച്ചു.